ഹലോ സുഹൃത്തെ, നമസ്കാരം. നമ്മൾ ഓരോ ദിവസവും കുറച്ച് സമയം അറിവിന് വേണ്ടി, അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും എവിടെയും നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. നോളജ് എപ്പോഴും അതിന് പ്രാധാന്യം കൊടുത്തു പോവുകയാണെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ പേഴ്സണാലിറ്റിയിലും എവിടെയും നല്ലൊരു ചേഞ്ച് കാണാൻ സാധിക്കും. ഇന്ന് മാർച്ച് 28 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ദി ഓട്ടോമേറ്റഡ് റൈഡ് ട്രാക്കിംഗ് കം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് ഈസ് സെറ്റ് ടു ലോഞ്ച്. ഓട്ടോമേറ്റഡ് റൈഡ് ട്രാക്കിംഗ് കം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. ഏത് സംഘടനയാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഓട്ടോമേറ്റഡ് റൈഡ് ട്രാക്കിംഗ് കം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ് പുറത്തിറക്കാൻ പോകുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലെ ഓട്ടോറിക്ഷകൾക്കായി സ്മാർട്ട് ഫെയർ പേയ്മെന്റും റൈഡ് ട്രാക്കിംഗും സാധ്യമാക്കുന്ന ആപ്പിന്റെ പേരെന്താണ്? 1D പൈലറ്റ്. എറണാകുളം ജില്ലയിലെ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി ഇറക്കാൻ പോകുന്ന ഒരു പുതിയ ആപ്പ് ഉണ്ട്. ഈ ആപ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുമ്പോൾ, ഒന്ന് റൈഡ് അതിനെ ട്രാക്ക് ചെയ്യുക, മറ്റൊന്ന് ഫെയർ പേയ്മെന്റ്, അതായത് നല്ലൊരു പേയ്മെന്റ്, കൃത്യമായിട്ടുള്ള പേയ്മെന്റ്, ഇതേപോലുള്ള കാര്യങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പുതിയ ആപ്പ് ആണ് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ ഇറക്കാൻ പോകുന്ന ഒരു പുതിയ ആപ്പ്. ഈ ആപ്പിന്റെ പേരാണ് 1D പൈലറ്റ്. എറണാകുളം ജില്ലയിലെ ഓട്ടോറിക്ഷകൾക്കായി 1D പൈലറ്റ് ആപ്പ് ഏത് സ്ഥാപനമാണ് ആരംഭിക്കാൻ പോകുന്നത്? എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, EGADCS എന്നറിയപ്പെടുന്ന എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇപ്പോൾ പുതുതായിട്ട് ഇറക്കാൻ പോകുന്ന ഓട്ടോമേറ്റഡ് റൈഡ് ട്രാക്കിംഗ് കം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പ്. ഇത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ഒരു ആപ്പ് ആണ്. ഓട്ടോറിക്ഷകൾക്കുള്ള ഒരു ഓട്ടോമേറ്റഡ് റൈഡ് ട്രാക്കിംഗ് കം ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പായ 1D പൈലറ്റ് ഏത് ആപ്പിന് പകരമായിരിക്കും? ഓട്ടോ സവാരി ഓസ റൈഡ് ബുക്കിംഗ് ആപ്പ്. ഇപ്പോൾ നിലവിലുള്ള ഒരു ആപ്പ് ആണ് ഓട്ടോ സവാരി ഓസ എന്ന് പറയുന്ന ആപ്പ്. ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു ആപ്പ് വരാൻ പോകുന്നത്. 1D പൈലറ്റ് എന്ന പേരിൽ ഇറങ്ങാൻ പോകുന്ന ഒരു ആപ്പ് ആണ് ഇത്. ഓട്ടോമേറ്റഡ് റൈഡ് ട്രാക്കിംഗ് കം ഡിജിറ്റൽ പേയ്മെന്റ് എന്ന ആ ഒരു തരത്തിലുള്ള ആപ്പ് ആണ് പുറത്തിറക്കാൻ പോകുന്നത്. എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇത് പുറത്തിറക്കാൻ പോകുന്നത്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 കൺക്ലൂഡഡ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2025 സമാപിച്ചു. ഇന്നലെയായിരുന്നു ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് രണ്ടാമത്തെ വർഷം ഇതിന്റെ സമാപനം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ 34 സ്വർണ്ണ മെഡലുകൾ നേടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ടീം ഏതാണ്? ഹരിയാന. രണ്ടാമത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ഇത് അവസാനിച്ചു. ഇതിൽ ഹരിയാനയാണ് വീണ്ടും, അതായത് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. 34 സ്വർണ്ണ മെഡൽസ് ആണ് ഹരിയാനക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടിയ ടീമുകൾ ഏതാണ്? തമിഴ്നാടും UPയും. തമിഴ്നാട് ആൻഡ് UP ഈ രണ്ട് ടീം ആണ് സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ. തമിഴ്നാട് ആയിരുന്നു തുടക്കത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മെഡൽസ് നേടിക്കൊണ്ട് മുന്നേറിയത്. എന്നാൽ ഹരിയാനയാണ് 34 ഗോൾ നേടിക്കൊണ്ട് ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത്. 2025 മാർച്ച് 20 മുതൽ മാർച്ച് 27 വരെ നടന്ന രണ്ടാമത്തെ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എവിടെയായിരുന്നു? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലായിരുന്നു രണ്ടാമത്തെ പാരാ ഗെയിംസ്. ഇതിനു മുമ്പും, അതായത് ഫസ്റ്റ് പാരാ ഗെയിംസ് അത് നടന്നിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ്. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന്റെ രണ്ടാമത്തെ ഖേലോ ഇന്ത്യ ആയിരുന്നു മാർച്ച് 20 മുതൽ മാർച്ച് 27 വരെ. ഇന്നിപ്പോൾ ഖേലോ ഇന്ത്യ എന്ന് പറയുമ്പോൾ 4 ടൈപ്പ് ഉണ്ട്: ഖേലോ ഇന്ത്യ യൂത്ത്, ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ്. വിന്റർ ഗെയിംസ് ആണ് കഴിഞ്ഞ മാസം അവസാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാരാ ഗെയിംസ് 2025 അവസാനിച്ചു. ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള സംസ്ഥാനമാണ് ഹരിയാന. 2025 രണ്ടാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മെഡൽ സ്ഥാനത്ത് കേരളത്തിന്റെ റാങ്ക് എത്രയാണ്? 13. ഈ ഒരു ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന്റെ റാങ്ക് ആണ് 13. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഗവൺമെന്റ് പ്രൊക്യൂർസ് ദി നാഗ് മിസൈൽ സിസ്റ്റം ടു എൻഹാൻസ് ഡിഫൻസ് കാപ്പബിലിറ്റീസ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി സർക്കാർ നാഗ് മിസൈൽ സംവിധാനം വാങ്ങുന്നു. നാഗ് മിസൈൽ ഇന്ത്യയുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മിസൈൽ ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഗ് മിസൈലുകൾ, ആന്റി ടാങ്ക് വെപ്പൺ പ്ലാറ്റ്ഫോമുകൾ, സായുധ സേനയ്ക്കുള്ള ലൈറ്റ് വാഹനങ്ങൾ എന്നിവയ്ക്കായി എത്ര തുക ചിലവഴിക്കും? 2500 കോടി രൂപ.
മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടി 2500 കോടി രൂപയ്ക്ക് നാഗ് മിസൈൽ, ആൻറ്റി ടാങ്ക് വെപ്പൺ പ്ലാറ്റ്ഫോം, ലൈറ്റ് വെഹിക്കിൾസ്, ആംഡ് ഫോഴ്സിന് വേണ്ടിയുള്ള ലൈറ്റ് വെഹിക്കിൾസ് ഇത് വാങ്ങുന്നതിന് വേണ്ടി 2500 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. നാഗ് മിസൈൽ സിസ്റ്റം വിതരണം ചെയ്യുന്ന കമ്പനി ഏതാണ്? ആംഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്, AVNL. നാഗ് എന്ന മിസൈൽ ഇത് ഇന്ത്യൻ ആർമി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസൈൽ ആണ്. ഈ മിസൈലിന്റെ നിർമ്മാതാക്കളാണ് ആംഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ്. നാഗ് മിസൈൽ സിസ്റ്റത്തിന്റെ ശ്രേണി എത്രയാണ്? 500 മീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെ. ദ റേഞ്ച് ഓഫ് നാഗ് മിസൈൽ ഇത് 500 മീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെയാണ്. ഇത് നിർമ്മിക്കുന്നത് ആംഡ് വെഹിക്കിൾ നിഗം ലിമിറ്റഡ് ആണ്. നാഗ് മിസൈൽ സിസ്റ്റത്തിന്റെ ഹെലികോപ്റ്റർ പതിപ്പിന്റെ പേരെന്താണ്? ഹെലീന ധ്രുവസ്ത്ര. ഹെലീന എന്നറിയപ്പെടുന്ന അതേപോലെ തന്നെ മറ്റൊരു പേരാണ് ധ്രുവസ്ത്ര. ഇതാണ് നാഗ് മിസൈലിന്റെ ഹെലികോപ്റ്റർ വേർഷൻ. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഗവൺമെന്റ് ടു ലോഞ്ച് സഹകാർ ടാക്സി കോപ്പറേറ്റീവ് ബേസ് സർവീസ്. സഹകരണ അധിഷ്ഠിത സേവനമായ സഹകാർ ടാക്സി സർക്കാർ ആരംഭിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് സർക്കാർ സഹകാർ ടാക്സി പുറത്തിറക്കാൻ പോകുന്നൊരു കാര്യം. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓല, ഊബർ എന്നിവയുമായി മത്സരിക്കാൻ ഇന്ത്യയിലുടനീളം സഹകാർ ടാക്സി സേവനം ആരംഭിക്കുന്നത് ആരാണ്? ഇന്ത്യ ഗവൺമെന്റ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പുതിയൊരു ടാക്സി സർവീസ് ആണ് ആരംഭിക്കാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് സഹകാർ ടാക്സി. ഇത് ഓല, ഊബർ എന്നീ ഏറ്റവും വലിയ ടാക്സി സർവീസ് നൽകുന്ന ഇത്തരത്തിലുള്ള സംഘടനയുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു പുതിയ ടാക്സി സർവീസ് ആണ് സഹകാർ ടാക്സി. അത് ഇന്ത്യയിലുടനീളം ലോഞ്ച് ചെയ്യാനാണ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെന്റിന്റെ സഹകാർ ടാക്സിയിൽ ഏതൊക്കെ വാഹനങ്ങൾ ചേർക്കും? ഇരുചക്ര ടാക്സികൾ, ഓട്ടോറിക്ഷകൾ, 4 വീലർ ക്യാബുകൾ. 2 വീലേഴ്സ്, ഓട്ടോറിക്ഷ, 4 വീലേഴ്സ് അടങ്ങുന്ന ഒന്നായിരിക്കും സഹകാർ ടാക്സി. ഒരുപക്ഷെ കേരളത്തിൽ നമുക്ക് 2 വീലർ ടാക്സി ഇല്ല, എന്നാൽ പ്രത്യേകിച്ച് ഗോവ എന്നീ സംസ്ഥാനങ്ങൾ കാണാൻ സാധിക്കും 2 വീലർ ടാക്സി. 2025 മാർച്ച് 26 ഓൺലൈൻ ടാക്സി സേവനമായ സഹകാർ ടാക്സി പ്രഖ്യാപിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി അമിത്ഷാ. ഇന്നലെയായിരുന്നു മാർച്ച് 26 അമിത്ഷാ പ്രഖ്യാപിച്ച ഒന്നായിരുന്നു സഹകാർ ടാക്സി. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, നെതുംബോ നന്ദി നന്ദ്വേത സോൺ ഇൻ ആസ് നമീബിയസ് ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ്. നമീബിയയുടെ പുതിയ ഫീമെയിൽ പ്രസിഡന്റ് ആയിട്ട് നെതുംബോ നന്ദി നന്ദ്വേത ടേക്ക് ഓവർ ചെയ്തു. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമീബിയയുടെ 5ാമത്തെയും ഇപ്പോഴത്തെയും പ്രസിഡന്റ് ആരാണ്? നെതുംബോ നന്ദി നന്ദ്വേത. നമീബിയയിലെ ഏറ്റവും പുതിയൊരു മാറ്റമാണ്, പൊളിറ്റിക്കലായിട്ട് വന്നിട്ടൊരു മാറ്റമാണ്. അതായത് നമീബിയയുടെ 5ാമത്തെയും ഇപ്പോഴത്തെയും പ്രസിഡന്റ് ആയിട്ട് നെതുംബോ നന്ദി നന്ദ്വേത ടേക്ക് ഓവർ ചെയ്തു, ചുമതല ഏറ്റെടുത്തു. 2025 മാർച്ച് 21 ശേഷം നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? നെതുംബോ നന്ദി നന്ദ്വേത. നമീബിയയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റമാണ്. അതായത് 5ാമത്തെ പ്രസിഡന്റ്, അതും ഒരു വനിതയാണ് വന്നിട്ടുള്ളത്. നമീബിയയിലെ ആദ്യത്തെ ഒരു വനിതയാണ് അതായത് പ്രസിഡന്റ് ആകുന്നത്. അത് നെതുംബോ നന്ദി നന്ദ്വേതയാണ്. നമീബിയയുടെ തലസ്ഥാനം ഏതാണ്? വിൻഡ്ഹോക്ക്. തെക്കേ ആഫ്രിക്കയിൽ അറ്റ്ലാന്റിക് സമുദ്രതീരത്തുള്ള ഒരു രാജ്യമാണ് നമീബിയ. ഇതിൻ്റെ അയൽ രാജ്യങ്ങളാണ് അങ്കോള, ബോട്സ്വാന, സൗത്ത് ആഫ്രിക്ക എന്നിവയെല്ലാം. ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് വിൻഡ്ഹോക്ക്. കറൻസി ആണെങ്കിൽ നമീബിയൻ ഡോളർ. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ്. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, സീനിയർ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2025. സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2025 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് ആണ് സീനിയർ ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത്തെ വെങ്കല മെഡൽ നേടിയത് ആരാണ്? നിതീഷ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി 2ാമത്തെ വെങ്കല മെഡൽ നേടിയിട്ടുള്ളത് 2025 മാർച്ച് 26 നടന്ന സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് 2025 ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി വെങ്കല മെഡൽ നേടിയത് ആരാണ്? സുനിൽകുമാർ. ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിട്ടുള്ള ചോദ്യമാണ്. അതായത് ആദ്യത്തെ പേഴ്സൺ ഏഷ്യൻ ഗെയിംസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയിട്ടുള്ളത് ആരാണെന്ന്. അത് സുനിൽകുമാർ ആണ്. 2ാമത്തെ പേഴ്സൺ ആണ് നിതീഷ്. 2025 സീനിയർ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് നടന്നത്? ജോർദാൻ, അമ്മാൻ, ജോർദാൻ. ജോർദാന്റെ ക്യാപിറ്റൽ ആണ് അമ്മാൻ.
അമ്മാനിൽ വെച്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ്. ഇതിലാണ് ഇപ്പോൾ ഇന്ത്യക്ക് 2 മെഡൽസ് ലഭിച്ചിട്ടുള്ളത്. 2 ബ്രോൺസ് ആണ്. നമ്മളിന്ന് 20ഓളം കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങളുണ്ടാകും. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.